നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിമിംഗല സ്രാവുകൾ മത്സ്യബന്ധന വലകളിൽ കുടുങ്ങുന്ന സംഭവങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് മാത്രം 7 സ്രാവുകളാണ് വലയിൽ കുടുങ്ങിയത്. സംരക്ഷിത ഇനത്തിൽപ്പെട്ട ദേശാടനം നടത്തുന്ന ജീവവർഗമാണ് തിമിംഗല സ്രാവുകൾ. തിരുവനന്തപുരം പൂന്തുറയിൽ ശനിയാഴ്ച കൂറ്റൻ തിമിംഗല സ്രാവ് കുടുങ്ങിയിരുന്നു. പള്ളിത്തുറയിൽ 4 എണ്ണം കഴിഞ്ഞ ബുധനാഴ്ച മാത്രം വലയിൽ കുടുങ്ങി. കടലിൽ വെച്ച് തന്നെ മത്സ്യത്തൊഴിലാളികളും ഫിഷറീസ് വനംവകുപ്പ് അധികൃതരും വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പ്രവർത്തകരും ചേർന്ന് ഇവയെ വല മുറിച്ച് രക്ഷപ്പെടുത്തി. അതിനു മുൻപ് കൊച്ചുവേളിയിലും 3 ടണ്ണോളം വരുന്ന സ്രാവ് വലയിൽ കുടുങ്ങിയിരുന്നു. കൊല്ലത്ത് അഷ്ടമുടിക്കായലിൽ തിമിംഗല സ്രാവിനെ ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. വലകളിൽ കുടുങ്ങിയാൽ സ്രാവുകളെ വല മുറിച്ചാണ് ഉൾക്കടലിൽ തുറന്നുവിടുന്നത്. എന്നാൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വല നശിക്കുന്നത് മൂലം മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകുന്നത്. കരയ്ക്കടിയുന്ന സ്രാവുകളെ രക്ഷപ്പെടുത്താൻ സംസ്ഥാനത്ത് 2017 മുതൽ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. കേരള തീരത്തു നിന്ന് മാത്രം കഴിഞ്ഞ 6 വർഷത്തിനിടെ 44 തിമിംഗല സ്രാവുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഗുജറാത്തിൽ കഴിഞ്ഞ 20 വർഷമായി സംരക്ഷണ നടപടികൾ തുടരുന്നുണ്ട്. ഇതുവഴി 1000 തിമിംഗല സ്രാവുകളെ ഇതുവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വിശാലമായ സഞ്ചാരപഥമാണ് തിമിംഗല സ്രാവുകളുടേത്. ഭക്ഷണം തേടിയും പ്രജനനത്തിനുമായി ഇവ മറ്റിടങ്ങളിൽ നിന്ന് ധാരാളമായി കേരള തീരത്തേക്ക് എത്തുന്നുണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിലൂടെയാണ് ഇവ കൂട്ടമായി സഞ്ചരിക്കുന്നത്. ഒമാൻ തീരം വഴി ഇവ പിന്നീട് പാകിസ്ഥാനിലും ഗുജറാത്തിലും തിരിച്ചെത്തും. ശരീരം മുഴുവൻ പുള്ളികളുള്ള ഇവയെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനും സാധിക്കും. ശുദ്ധമായ കടൽജലമുള്ള ഭാഗത്താണ് ഇവയുടെ സാന്നിധ്യം ഉണ്ടാവുക. ഇവ കടലിന് ദോഷകരമായ ആൽഗകൾ, സൂക്ഷ്മജീവികൾ എന്നിവയാണ് ഭക്ഷണമാക്കുന്നത്. ആൽഗകളുടെ ക്രമാതീതമായ വളർച്ച മൂലം കടൽ ജീവികൾ നശിച്ചു പോകാതെ സംരക്ഷിക്കുന്നത് തിമിംഗല സ്രാവുകളാണ്. ഇത്തരം സ്രാവുകൾ കൂടുതലുള്ള സ്ഥലങ്ങൾ മീനുകളാൽ സമ്പന്നമാണ്. അതിനാൽ തന്നെ മത്സ്യബന്ധനം നടത്തുന്നവർക്ക് ഇവ ഗുണകരമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.